പക്ഷേ നിങ്ങൾ ആദ്യം അഭിനയിച്ച സിനിമ മഞ്ഞിൽ പൂക്കൾ ഞാൻ കണ്ടു. എനിക്ക് മോഹൻലാലിൻ്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ മോഹൻലാലിനെ അറിയുന്നത് പക്ഷേ വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ്. അന്ന് സിനിമയിലേക്ക് വന്ന് ഒരു പ്രശസ്തിയൊന്നും ആയില്ല. ആദ്യമായിട്ട് അഭിനയിച്ചതാണ്. പക്ഷേ വിശ്വനാഥൻ നായരുമായിട്ട് എനിക്ക് വളരെ അടുപ്പം. അദ്ദേഹം ലോ സെക്രട്ടറി ആയിട്ടിരുന്ന അവസരത്തിൽ എനിക്ക് മാത്രമല്ല എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ മന്ത്രിമാരും, കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹം ഒരു അഡ്വൈസ് കിട്ടിയാൽ അത് ഫൈനലായിരിക്കും. അങ്ങനെ വളരെ അടുപ്പമുള്ള വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ് എനിക്ക് ആദ്യം മോഹൻലാലിനുമായിട്ടുള്ള ഒരു പരിചയം വന്നത്. പക്ഷേ അതിനുശേഷം നിങ്ങൾ സിനിമാ ലോകത്തും അതിനുശേഷം സാമൂഹ്യ രംഗത്തും എല്ലാം നേടിയ നേട്ടങ്ങളിൽ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി അത് വാച്ച് ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനെ പറ്റി പരാമർശിച്ച് വളരെ നല്ല കാര്യം ഞാൻ ചില പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഞാൻ അച്ഛനെ കണ്ടാണ് വളർന്നത്. അച്ഛന് വളരെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളായിരുന്നു. അന്ന് ഏതാണ്ട് രാത്രി 3 മണി വരെയൊക്കെ ഫയൽ നോക്കിയിട്ടായിരുന്നു അച്ഛൻ എല്ലാ ദിവസവും കിടക്കുന്നത്. പിൽക്കാലത്ത് നമ്മുടെ സ്വഭാവത്തിലും അതൊരു പക്ഷേ വന്നിട്ടുണ്ടാകും. ഞാനും എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ എത്രയും അങ്ങയെക്കുറിച്ചും അങ്ങനെയാണ് കേൾക്കുന്നത്. കാര്യം ഇപ്പം ഞാൻ ചോദിച്ചു അങ്ങ് ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഊണ് പോലും കഴിക്കാതെ, അപ്പോൾ അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുമാണ് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആരോഗ്യം നോക്കാതെ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ആത്മാർത്ഥത എന്ന് പറയുന്നൊരു സംഭവം നമ്മളിലേക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുത്തത് ഒരു പക്ഷേ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന എൻ്റെ സ്വാധീനമുള്ള സിനിമ എന്ന് പറയുന്നത് എൻ്റെ 30ാമത്തെ വർഷമാണ് ഇപ്പോൾ സിനിമയിൽ വന്നിട്ട്. 30 വർഷം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സിനിമ കണ്ടതിന് ശേഷം. സാർ ഇടയ്ക്ക് സിനിമകൾ കാണുന്നത് നല്ലതാണ്, തീരെ കാണാതിരിക്കാൻ പാടില്ല. എനിക്ക് കാണണമെന്ന് താല്പര്യമുണ്ട്, ഇതുണ്ട്. പക്ഷേ കാര്യം പിന്നെ ഇപ്പം ഇത്രയും തിരക്കുള്ള ആൾക്കാരാണെങ്കിലും സിനിമയെ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ അവർ തീർച്ചയായിട്ടും സിനിമകൾ കാണുന്ന ആൾക്കാരുണ്ട്. ചില നല്ല സിനിമകൾ മാത്രം വേണമെങ്കിൽ കാണാനുള്ളൊരു സംവിധാനം സാർ ഉണ്ടാക്കണം.